വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സേമിയ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി ഒരു പാൻ എടുത്ത് ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യോ അതല്ലെങ്കിൽ നമ്മുടെ ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഈ നെയ്യൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് റൈസൻസും ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത എടുക്കാം, പീനട്ട് ഉണ്ടെങ്കിൽ പീനട്ട് എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എടുത്തതാണ്. ഇനി ഇതൊക്കെ ഒന്ന് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇതൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാനിൽ നമ്മുടെ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആൾറെഡി റോസ്റ്റഡ് വെർമിസെല്ലിനെയാണ് എടുത്തിട്ടുള്ളത്, എന്നാലും ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യുന്നുള്ളൂ. സേമിയ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 3/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കണം. പക്ഷെ പാൽ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഷുഗറൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ലിഡൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 ട്രയാങ്കിൾ ഷേപ്പിലുള്ള ക്രീം ചീസാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്രഷ് ക്രീമും ചേർക്കാം. ഫ്രഷ് ക്രീം ആകുമ്പോൾ നല്ല ക്രീമി സ്ട്രക്ചറിലായിരിക്കും. ഈ ചീസ് ക്രീം ഒന്ന് മെൽറ്റായിട്ട് നമ്മളെ സേമിയയുമായിട്ട് മിക്സ് ആവണം. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബനാന, ആപ്പിള്, പിന്നെ അനാറ്. ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ബനാനയും ആപ്പിളൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ സേമിയ വെച്ചിട്ടുള്ള സ്വീറ്റ് റെസിപ്പി റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് ഒക്കെ അറിയിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.